ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. 5 ദിവസം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞ ഏപ്രിൽ 28 നടത്തിയ ഹർത്താലിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇവൻ ഈ ഹർത്താലിൻ്റെ വീഡിയോ മാത്രമേ ചെയ്യാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ, ഫസ്റ്റിലത്തെ ആ ന്യൂസിൽ തന്നെ, അന്നത്തെ ആ വീഡിയോയിൽ തന്നെ എല്ലാ ഭാഗമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത് മൂന്നാമത്തെ ഒരു വാർത്തയായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം, എടുത്തുകൊണ്ടിരുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഈ ഹർത്താലിൽ ഈ ക്യാൻസർ രോഗിനെയൊക്കെ വഴിയിൽ തടഞ്ഞിട്ട് വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവരുടെ പേര് പോലീസ് കേസെടുത്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ആ ക്യാൻസർ പേഷ്യൻ്റ് വളരെ ദയനീയമായിട്ട് പറയുന്നുണ്ട്, എന്താണിത്, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും വളരെ മാരകമായ മൂർച്ഛിച്ച ഒരു രോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളെയും അതുപോലെ സ്ത്രീകളെയൊക്കെ വഴി തടഞ്ഞു നിർത്തുന്ന ഒരു സംഗതിയാണത്. അത് വളരെ മോശമായി പോയി. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ വളരെ ഗുണ്ടായിട്ടാണ്. അതായത് സമാധാനപരമായിട്ട് സമരം നടത്തിയവരെ അദ്ദേഹം ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ഹർത്താലിൽ ആക്രമണം അഴിച്ചുവിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ഈ രോഗികളൊക്കെ വഴി തടഞ്ഞു നിർത്തിയ ആ വേന്തരനുണ്ടല്ലോ, ആ സമര നേതാവ്, ഇങ്ങനെയുള്ളവരെയൊക്കെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്കത് കാണാം. ഒരുപാട് കാര്യങ്ങൾ അതിൽ അദ്ദേഹം ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട്, അത് നമുക്ക് കാണാം. പറ്റുകാലത്ത് പുള്ളിക്ക് എങ്ങനെ വരാനായിട്ടോ മരുന്നൊക്കെ ഉണ്ടോ, മരുന്ന് കഴിക്കാനുണ്ടോ അറിയാവോ? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാ കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. ജനങ്ങൾ സഹകരിച്ചാൽ മതിയോ? പനപ്പൂമാനമേ ഒരു രാഗമേഘം രോഗം വന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചിട്ട് രോഗം തന്നെ? ഇന്നലെ എനിക്ക് പോകാൻ പറ്റണ്ട, എന്റെ ശാരീരിക ഞങ്ങളിത് പ്രഖ്യാപിക്കാൻ അന്ന് തന്നെ പോകണം. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിയിലെ ഹർത്താൽ 6 മണിക്കല്ലേ? ഞങ്ങളുടെ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല, മസിൽ പിടിച്ചോണ്ട് വിടില്ല. എടാ, ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ. ഇന്നത്തെ ഹർത്താൽ ആരുടെ ശക്തി തെളിയിക്കാൻ ജനങ്ങളെ ബന്ദിയാക്കി ആഘോഷമാക്കുന്ന പ്രതിഷേധം രോഗത് പ്രതിഷേധമല്ല, അതിക്രമമാണ്. ഇന്ന് നടന്നിരിക്കുന്നത് സത്യത്തിൽ സോളിഡാരിറ്റി പ്രഖ്യാപനമല്ല, മറിച്ച് തികഞ്ഞ അർത്ഥത്തിലെ സാഡിസമാണ്. ഹർത്താലിന്റെ പേരിൽ മനുഷ്യന്റെ പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ, വാഹന ഗതാഗതത്തിനെ, ഓഫീസിന്റെയും കടകളുടെയും പ്രവർത്തനത്തിനെ തടയുന്ന ആൾക്കാരെ ഹർത്താൽ അനുകൂലികൾ എന്നല്ല, ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അക്രമം നടത്തുന്നതിന് വേണ്ടി ഒരു ഹർത്താലിൽ ഒരാൾക്കും നമ്മുടെ നാട്ടിൽ അധികാരം നൽകുന്നില്ല. അത് നിയമങ്ങളോ ഭരണഘടനയോ കോടതിയോ നൽകുന്നില്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അങ്ങനെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനെ തടയുന്ന പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടന്നിരിക്കുന്നതിന് തെമ്മാടിത്തരം എന്നാണ് പറയേണ്ടത്. അത് ചെയ്യുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. നിങ്ങളുടെ കോസിനൊപ്പമാണ്. പക്ഷെ അത് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തടസ്സപ്പെടുത്തിയിട്ടാണോ? കീമോതെറാപ്പിക്ക് ഒരാളിന് ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഹർത്താൽ നോക്കിയിട്ടാണോ ഒരു സർക്കാർ സംവിധാനത്തിൽ അത് ചെയ്യേണ്ടത്? ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹർത്താലിന്റെ ഡേറ്റ് നോക്കിയിട്ടാണോ ആ പരീക്ഷ മാറ്റിവെക്കേണ്ടത്? അതേ രാജ്യവ്യാപകമായിട്ട് പല സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ നിങ്ങളുടെ കോസിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ശത്രുക്കളായി കണ്ട് അവരെ കൂടി ഈ കോസിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള ഗുണ്ടായിസം നടത്തിയതിനു ശേഷം ഞങ്ങൾ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ സഹകരിച്ചില്ല എന്നല്ല പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയും പോലെ ഈ ഹർത്താൽ നടത്തിയവരെല്ലാം ഗുണ്ടകളെന്ന് പറയാൻ പറ്റില്ല. അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുവാണ്. പക്ഷെ അതൊരു ആക്ഷേപനമാണ്. ശ്രീജിത്ത് പണിക്കർ ഹർത്താൽ നടത്തിയവരെയല്ല, ഹർത്താലിൽ അക്രമം നടത്തിയിരിക്കുന്ന ആൾക്കാരെ ഗുണ്ടകളെന്ന് 3 വട്ടം പറയും.
അല്ലെങ്കിൽ 100 വട്ടം പറയും. സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തിയിരുന്നവരെ അല്ല പറഞ്ഞത്, അക്രമം നടത്തിയ ആൾക്കാരെ, വഴി തടഞ്ഞ ആൾക്കാരെ എന്ന് തന്നെയാണ്. അതിലൊരു റിഗ്രറ്റും ഇല്ല. അങ്ങനെ കാണിക്കുന്നവർ ഗുണ്ടായുസമാണ് കാണിക്കുന്നത്, തെമ്മാടിത്തരമാണ്. അത് കാണിക്കുന്ന ആൾക്കാർ ഗുണ്ടകളാണ്, സംശയമില്ല. അല്ല, താങ്കൾക്ക് അത് പരീക്ഷ എഴുതണമെന്ന് അതിനുള്ള അവകാശമൊന്നുമില്ല. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഹർത്താൽ സമാധാനപരമായിട്ട് പറയാം. നിങ്ങളാണ് പറഞ്ഞത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം തടയില്ല, അവശ്യ സർവീസുകൾ തടയില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ രായ്ക്ക് രാമാനം കണ്ടില്ലേ? അപ്പോൾ അതാണ്, സമരം നടത്തണം. ഈ നിതിൻ രാജിന് നീതി കിട്ടണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിതിൻ രാജ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും അല്ല. പക്ഷേ എന്നാലും ഒരു സാധാരണക്കാരൻ, നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് അയാൾ, ഈ നിതിൻ രാജ്. അപ്പോൾ അയാളുടെ കൊലപാതകീനെ കണ്ടുപിടിക്കണമെന്നുള്ളത് പോലീസിൻ്റെ ഒരു ചുമതലയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് പോലീസിൻ്റെയൊക്കെ തെറി പറഞ്ഞതും മുഖ്യമന്ത്രിന് തെറി പറഞ്ഞതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, ചില സ്ത്രീകളൊക്കെ, ഒരു സ്ത്രീ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് ലൈവായിട്ട് തെറി പറയുന്നുണ്ട് പോലീസുകാരെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടാകും, കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എൻട്രൻസ് ഈ ഇവിടെ തമിഴ്നാട്ടിൻ്റെ ഒരു വേലൂർ എവിടെ സ്ഥലത്താണ് ഈ പരീക്ഷ നടത്തുന്നത്, കേരളത്തിലൊന്നുമല്ല. അപ്പോൾ അവിടം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബസ്സിൽ പോകണം. അപ്പോൾ ഈ ശ്രീത്തിൽ പണിക്കർ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 10 വണ്ടിയുടെ ബാഗിൽ കിടക്കുന്ന ബസ്സിൽ ഇവർ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ 10 വണ്ടിനെ ഇവരെ സമരം പ്രമാണിച്ച് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ സമരക്കാർ പറയുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോണവർ നേരത്തെ തലേദിവസം തന്നെ റൂം ബുക്ക് ചെയ്ത് റൂം എടുക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ അവിടെ റൂം എടുത്ത് താമസിക്കണം, അല്ലെങ്കിൽ അവിടെ എത്താനുള്ള സൗകര്യം ഉണ്ടാക്കണം. പരീക്ഷയ്ക്ക് പോകുന്നവരും അതുപോലെ തന്നെ. ഇതൊന്നും ഇപ്പം ഇവരുടെ ഈ സമരം കൊണ്ട് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വളരെ നീചമായിട്ട് തടഞ്ഞ് ഇവരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ അതുപോലെ തന്നെ ഇവർക്ക് അതിനുള്ള കടുത്ത ശിക്ഷ കൊടുക്കണം. എന്തായാലും കോടതി തിരിച്ചടിച്ചെന്ന് പറയുന്നത് ഇവരുടെ പേര് കേസ് എടുത്തെന്ന് പറഞ്ഞത് വളരെ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള ഇങ്ങനെയുള്ള നിതിൻ രാജ് കൊല്ലപ്പെടാൻ സാധ്യതയില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സമരം ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ കൊടിയും വാളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഒരുപാട് ആളുകൾ അന്ന് ബസ്സിൽ നിന്ന് യാത്രക്കാർ വരഞ്ഞിട്ടുണ്ട്, സ്ത്രീകളും കുട്ടികളെ അടക്കം വരെ ഇവർ തടഞ്ഞിട്ടുണ്ട്. മനസ്സിലായ മഹാനാരി ചെറ്റത്തിലാണ് ഇവർ കാണിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം പിന്നെ ഇനിയിപ്പോൾ ഒരു സമരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യുന്നില്ല. കാരണം സ്ഥിരമായിട്ടാകുമ്പോൾ ഇത് ആളുകൾ കാണുമ്പോൾ ഇത് ആൾക്കാർ ചടപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ടായ അദ്ദേഹം ശ്രീത്ത് പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്, അല്ലാതൊന്നും പറയുന്നില്ല. ശരിയല്ലേ? അതെ, ശരി തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല, താല്പര്യമുണ്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിർത്തുകയാണ്. ബൈ.